ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു ചിക്കൻ കറി വെച്ചാലോ? ഇത് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പൊടി വാർത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അടുപ്പത്തൊരു ചട്ടി വെക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മസാലപ്പൊടിയാണ് ഈ ഒരു ചിക്കൻ കറീൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എന്താ പറയുക, കരിക്കാണ്ട് ഒരു ലൈറ്റായിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കണം. അപ്പോൾ 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതൊന്ന് ചൂടാക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആ ഒരു ടൈം മാത്രം മതി നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ മാറ്റാം കേട്ടോ. ഇനി വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ പൊടി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പെരക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മൊത്തം നമുക്കിതിൽ 4 അല്ലെങ്കിൽ 4.5 ടേബിൾ സ്പൂൺ പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ പൊടി മാത്രമേ ഈ ഒരു ചിക്കനിലേക്ക് ഇടുന്നുള്ളൂ. എന്നിട്ട് ബാക്കി നമുക്ക് മസാലയിൽ ചേർക്കണം കേട്ടോ. അപ്പോൾ നന്നായി പെരക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കർ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക, അതല്ലെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, ടേസ്റ്റും കൂട്ടാനുണ്ടെങ്കിൽ അത് മാത്രം ഒഴിക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട്. അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ചേർക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 20 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിന് ഈ ഒരു ചെറിയുള്ളി ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ചെറിയൊരു കളർ മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ല എരിവുള്ളതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഉള്ളിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു കറിൻ്റെ ടേസ്റ്റും. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സിനൊക്കെ എന്തായാലും ചെറിയ ഉള്ളി അരിയാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ വലിയ ഉള്ളി എടുക്കാം കേട്ടോ. വലിയ ഉള്ളി സവാള നമുക്ക് 2 എണ്ണം എടുക്കണം. അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം വീണ്ടും നല്ലപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ തക്കാളിയും ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം മൂപ്പിച്ചെടുത്തിട്ടുള്ള പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടി 1 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചിക്കൻ മസാല പൗഡറാണ്. അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ പച്ചവെള്ളം, എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ, നമുക്ക് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മീഡിയം ലോ ഒന്നുമല്ല, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് 2 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് അടിഞ്ഞ് നല്ലൊരു ഗ്രേവി പരിവാവും കേട്ടോ. അപ്പോൾ ഇത് 2 വിസിലായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തുറന്നു കൊടുത്തതിന് നല്ല പോലെ എല്ലാം അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂണിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ എല്ലാം ഉടഞ്ഞ് വരും.
വീണ്ടും നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓണാക്കുക. എന്നിട്ട് വീണ്ടും ഗ്രേവിയിൽ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കുക്കറിലാണെങ്കിൽ 2 വിസിലിന്, ഹൈ ഫ്ലെയിമിൽ 2 വിസിലായാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാകും. അപ്പോൾ 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 വിസിലിന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ട് ഒരു 2 വിസിലിന് ഹൈ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് മൂടി ഉറക്കാം. അതിൻ്റെ എയറൊക്കെ പോയിട്ട് മൂടി ഉറക്കാം. എന്നിട്ട് നമുക്കൊരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഈ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്താൽ മാത്രമേ ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ടാവും, അതായത് തേങ്ങാപ്പാൽ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ കോക്കനട്ട് പൗഡറൊക്കെ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഇതാ നല്ല പോലെ മിക്സാക്കി. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അധികം ഇട്ട് തിളപ്പിക്കണ്ട. നമുക്കിതിലേക്ക് അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.